സനോജ്, ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വരുന്ന വിവരങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോൾ അപ്പം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു, എന്നിട്ട് ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇതിനുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു, അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനവും ആരും ചെയ്യുന്നില്ല, മന്ത്രിമാരടക്കം അതിൽ വീഴ്ച വരുത്തി എന്ന മട്ടിലാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നത്. ഇപ്പോൾ സനോജ് അതിൻ്റെ ഒരു റിയാലിറ്റി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു മണ്ണുമാന്ത്രി യന്ത്രം. അപ്പം നേരത്തെ വി എൻ വാസവൻ പറയുന്നുണ്ട്, ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ 3 മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കണം എന്നുള്ള നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ഈ മണ്ണുമാന്തി യന്ത്രമൊന്നും അവിടെ ഇട്ടേക്കുകയല്ലല്ലോ, സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് അത് എത്തിക്കണം. അങ്ങനെ എത്തിക്കുന്ന അതിൻ്റെ ഒരു താമസം, ഒപ്പം തന്നെ അത് ഈ പറഞ്ഞതുപോലെ അവിടെ മതിൽ പൊളിച്ചു മാറ്റുന്നു, അതിനുശേഷം അതിൻ്റെ മേളിലെ തട്ട് പൊളിച്ചു മാറ്റുന്നു. അങ്ങനെ ആ ദുർഘടങ്ങളെല്ലാം മാറ്റിയതിന് തടസ്സങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഈ യന്ത്രം അവിടെ എത്തിക്കാൻ കഴിയുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളെ ആകെ മറച്ചു വെച്ചുകൊണ്ട് ഇതിലെന്തോ ഭയങ്കരമായ വീഴ്ച വന്നു എന്ന മട്ടിൽ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിനൊന്നും ആരും എതിരല്ല, ആരും അതിൻ്റെ അകത്ത്. പക്ഷേ ഇന്ന് ഒരു അവസരം കിട്ടി എന്ന മട്ടിൽ ഇവരെ അങ്ങ് തീർത്തേക്കാം എന്ന മട്ടിൽ നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കേണ്ടി വരും. സനോജ്, തീർച്ചയായിട്ടും ഈ സംഭവം നടന്ന ഉടൻ തന്നെ 10:50 മണിക്ക് തന്നെ ഈ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ, അതായത് 10:50 ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. 11:10 ആയപ്പോഴേക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി. ആദ്യഘട്ടത്തിൽ 2 പേർക്ക് മാത്രം പരിക്ക് പറ്റിയെന്നുള്ള പ്രാഥമിക വിവരമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയ വിവരം. അതിനുശേഷമാണ് അവരെ രക്ഷപ്പെടുത്തി. അതിനുശേഷമാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളെ കാണാനില്ല എന്ന വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ഈ രക്ഷാപ്രവർത്തനം, ഒരാൾ രക്ഷപ്പെടുത്തിയെങ്കിൽ കൂടിയും ഇനി ആരെങ്കിലും അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മന്ത്രിമാർ ഈ സംഭവ സ്ഥലത്ത് വന്ന ഉടൻ തന്നെ ആ സമയത്ത് തന്നെ അവർ മണ്ണുമാന്തി യന്ത്രം സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് മണ്ണുമാന്തി യന്ത്രം വിളിച്ചാൽ ഉടനെ കിട്ടുന്ന തരത്തിലല്ലല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൂരെ ഇടത്തു നിന്നും മറ്റ് വാഹനങ്ങളിൽ, അതായത് ഈ ഹിറ്റാച്ചി എന്ന് പറയപ്പെടുന്ന മണ്ണുമാന്തി യന്ത്രമാണ്. സ്വാഭാവികമായിട്ടും ആ മണ്ണുമാന്തി യന്ത്രം റോഡിലൂടെ ഓടിച്ചു വരാൻ കഴിയുകയില്ല. അതിന് ലോറി കണ്ടെത്തി ആ ലോറിയിൽ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു. കാരണം ഗ്രില്ല് തടസ്സമായി നിന്നിരുന്നു. ആ ഗ്രില്ല് മുറിച്ചു മാറ്റി. ഒപ്പം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ അടിഭാഗം ബീമുകളിൽ തട്ടി അകത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബീമിൻ്റെ ചെറിയ ഭാഗം പൊളിച്ചു മാറ്റുന്നു. പിന്നീട് ഫ്രണ്ടിൽ തടസ്സമായി നിന്ന മതിലുണ്ടായിരുന്നു. ആ മതിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു മാറ്റുന്നു. അങ്ങനെ ഈ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് ഈ സംഭവ സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്നത്. ഒരു മണ്ണുമാന്തി യന്ത്രമല്ല, 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിച്ചു. അതിനുശേഷം അതിനു മുമ്പ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴേക്കും മനുഷ്യസാധ്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. കാരണം വലിയ ബീമുകൾ എടുത്തു മാറ്റണമെങ്കിൽ മണ്ണുമാന്തി യന്ത്രം സംഭവ സ്ഥലത്ത് എത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചത്. ആ മണ്ണുമാന്തി യന്ത്രം എത്താൻ എടുത്ത ടൈം മാത്രമാണ് ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സംഭവ സ്ഥലത്തേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിപ്പിക്കാൻ വേണ്ട സമയം, ആ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ പരിശോധനകൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വളരെ ഊർജിതമായി പരിശോധനകൾ നടക്കുകയും ആളെ കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ മരണപ്പെടുകയും ചെയ്തു. ഇതാണ് വസ്തുതാപരമായ കാര്യം. ഞാൻ മുമ്പ് കാണിച്ചു തന്നതുപോലെ ഈ തടസ്സങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് മുമ്പ് നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വ്യക്തത വരുത്താതെ, ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയെക്കുറിച്ച് അറിയാതെ, 4 പാടും ചുറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ വന്നു എന്ന് മാത്രമല്ല, അവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പകലിലുടനീളം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഷമി.